നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയും തക്ബീർ ധ്വനികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകളാണ് കാലേക്കുട്ടി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2024 കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉഡ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടി കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. SNDP ശാഖ നമ്പർ 581 ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണയും തക്ബീർ ധ്വനികളും മുഖരിതമായ അന്തരീക്ഷത്തിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകളാണ് കാലേക്കുട്ടി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ത്യാഗസ്മരണയും തക്ബീർ ധ്വനികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകളാണ് കാലേക്കുട്ടി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. പെരുന്നാൾ ദിനത്തിൽ തെളിഞ്ഞ അന്തരീക്ഷം കൂടിയായതോടെ വിശ്വാസികളുടെ സന്തോഷം ഇരട്ടിയായി. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗപൂർണമായ ജീവിത ചരിത്രം വിളിച്ചോതുന്ന വലിയ പെരുന്നാൾ അഥവാ ബലിപെരുന്നാൾ അതിൻ്റെ പവിത്രതയോടെയാണ് ഓരോ വിശ്വാസികളും കൊണ്ടാടുന്നത്. വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും ഈദ്ഗാഹ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പള്ളികളിലും ഈദ്ഗാഹ് പ്രദേശങ്ങളിലും നമസ്കാരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ആലപ്പുഴ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ചിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഹക്കീം പാണാവള്ളി നേതൃത്വം നൽകി. ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ KNM ആലപ്പുഴ സോണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിന് അബ്ദുൽ വഹാബ് സുലാഹിയും നേതൃത്വം നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2024 കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉഡ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2024 കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉഡ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവരുടെ താല്പര്യമാണ് പല സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതായിരിക്കണം അവന് കൊടുക്കേണ്ടത്. അതിലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ അവന് അതെടുക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് വിട്ടുപോകുന്ന ഒരു രീതിയിലേക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ രക്ഷകർത്താക്കൾ ഇരിപ്പുണ്ട്. എല്ലാ രക്ഷകർത്താക്കളും അങ്ങനെയാണെന്നില്ല. ചിലരെങ്കിലും അവരുടെ വാശിയിൽ നിന്ന് പിന്നോട്ട് മാറാതെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ചില രീതിയിലെങ്കിലും വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യൂത്ത് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാകേഷ് മനീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, AK രംഗരാജൻ, KP പരീക്ഷിത്, VR വിദ്യാധരൻ, ദിനേശൻ ഭാവന തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം രഞ്ജിത് വിശ്വപ്പൻ ചടങ്ങിന് സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് ഉപാധ്യക്ഷൻ KM മനോജ് നന്ദിയും പറഞ്ഞു. യൂണിയന് കീഴിലെ വിവിധ ശാഖകളിൽ നിന്നുമായി 300ഓളം വിദ്യാർത്ഥികൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ സംബന്ധിച്ചു.
മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള CH മുഹമ്മദ് കോയ മെറിറ്റ് അവാർഡ് വിതരണവും പൊതുസമ്മേളനവും നടത്തി. കുറവൻതോട് പള്ളിവിളിക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അനുസരിച്ച് എല്ലാവർക്കും തുല്യരീതിയിൽ ജീവിക്കാൻ, സ്നേഹത്തോടെ പരസ്പര സൗഹൃദത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പ് ആ കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രതിപക്ഷത്തായിരിക്കും, കുറച്ച് സീറ്റിന് കുറവാണ്. പക്ഷേ ഒരു ഇഞ്ച് നീങ്ങി ഏതെങ്കിലും നിയമം കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചാൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിനെ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാലം തീർന്നു പോയിരിക്കുന്നു. ഇതുവരെ മിണ്ടാത്ത RSS ആരിപ്പോ പറയുന്നുണ്ട് പ്രതിപക്ഷത്തെ ശത്രുവായി കാണുന്നത്. ഇതെന്താ ഇലക്ഷന് മുമ്പേ പറയേണ്ടത്? ഇതിനെ നേരത്തെ പറയണ്ടായിരുന്നില്ലേ? 10 കൊല്ലം ഭരിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയില്ല, അന്നേരല്ലേ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നിയന്ത്രിക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞപ്പോ പിന്നെ നിയന്ത്രിച്ചിട്ടെന്ത് കാര്യം? ലീഗ് 10ാം വാർഡ് പ്രസിഡന്റ് ഇക്ബാൽ താജ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ, CS സലീം, D ഉണ്ണികൃഷ്ണൻ, AM നൌഫൽ, നാസർ B താജ്, ഷിബി കാസിം, അൽതാഫ് സുബൈർ, റിയാസ് അൽഫോസ്, ഷൈന നവാസ്, റസീന സെമീം, നാസിം, നൌഷാദ്, തൻസീം, ഫാറൂഖ്, നിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്മേളനത്തിന് ലീഗ് 10ാം വാർഡ് സെക്രട്ടറി സവാദ് പുത്തൻപറമ്പ് സ്വാഗതവും ട്രഷറർ നാസിം പള്ളിവിളി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തെ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ KC വേണുഗോപാൽ MP ആദരിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടി കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. സ്ഥാപനങ്ങളിലും വീടുകളിലും വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും കുട്ടികളിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായും നടപ്പാക്കുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസിന്റെയും നേതൃത്വത്തിലാണ് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിക്കും പൂക്കൃഷിക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഈ പലതരത്തിലുള്ള എണ്ണ കലർന്ന പദാർത്ഥങ്ങൾ, പിന്നെ ഈ കളർ ചേർത്ത പദാർത്ഥങ്ങൾ, നമുക്ക് അതിനെ സംബന്ധിച്ചൊക്കെ നിയമം നിലവിലുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഭക്ഷണത്തിലൊക്കെ ഈ പലതരം കളേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. അതിനെ സംബന്ധിച്ച് കേസുകളും ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് നമുക്ക് ഒരു നിയമം നിലവിൽ വന്നത്. ഈ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അത് എന്ന് പാചകം ചെയ്തു, എത്ര മണിക്ക് പാചകം ചെയ്തു, അത് എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനകത്ത് രേഖപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നു. ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനായി ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നും അതുവഴി കുട്ടികളെ ജൈവകൃഷി സംസ്കാരമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാനും നമുക്കാകണമെന്നും അത്തരത്തിൽ ഫരീദയുടെയും ഫാദിയയുടെയും കൃഷിരീതി മാതൃകാപരമാണെന്നും പ്രമോദ് മുരളി കൂട്ടിച്ചേർത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, നസീർ പുന്നക്കൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല, നസീർ സലാം, CA11 തുടങ്ങിയവർ സംസാരിച്ചു. പ്രോജക്ട് ഡയറക്ടറും ജൈവകൃഷി പ്രചാരകനുമായ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, മത്തങ്ങ, വെള്ളരി എന്നിവ കൂടാതെ ബന്ദി, വാടാമുല്ല അടക്കമാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. SNDP ശാഖാ നമ്പർ 581 ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം ശാഖാ നമ്പർ 581 ആഭിമുഖ്യത്തിൽ
പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണ ചടങ്ങും നടത്തി. ചെട്ടിക്കാട് ശാഖായോഗം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. തേനെന്ന് പറയുന്നത് അങ്ങേയറ്റം മധുരമുള്ളതാണ്. സ്വർണം എന്ന് പറയുന്നത് അങ്ങേയറ്റം മൂല്യമുള്ളതാണ്, അമൂല്യമാണ്. അപ്പോൾ തേനിൽ മുക്കി സ്വർണം കൊണ്ട് നാവിൽ എഴുതുമ്പോൾ നിന്റെ വാക്കുകൾ, ഭാവിയിൽ നിന്നിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ മധുരിക്കുന്നതും അത് അമൂല്യവുമാകട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ അതിലൂടെ നൽകുന്നത്. എത്ര മഹത്തായിട്ടുള്ള സന്ദേശം! അങ്ങനെ ഒരു മന്ത്രദീക്ഷ നൽകുന്ന അതേ പവിത്രതയോടുകൂടിയാണ് നമ്മളൊരു കുഞ്ഞിനെ അക്ഷരലോകത്തേക്ക് ആനയിക്കുന്നത്. അത്ര മഹത്തരമാണ് ആ ഒരു ചടങ്ങെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പുരസ്കാര വിതരണം എന്ന് പറയുന്നത് കേവലം കുറച്ച് നോട്ട് ബുക്കുകൾ കുട്ടികളെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നിറഞ്ഞ സന്തോഷത്തോടെ. ശാഖായോഗം പ്രസിഡന്റ് പി വി സോമൻ ചടങ്ങിൽ അധ്യക്ഷനായി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചികിത്സാ ധനസഹായ വിതരണവും യൂണിയൻ കൗൺസിലർ VR വിദ്യാധരൻ പഠനോപകരണ വിതരണവും നടത്തി. വാർഡ് മെമ്പർ ലളിത വിദ്യാധരൻ, ബിന്ദു വിനയചന്ദ്രൻ, മനുസ്മൃതി, TK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ശാഖായോഗം സെക്രട്ടറി P സുനിലാൽ സ്വാഗതവും ഉപാധ്യക്ഷൻ VR പ്രേംകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയും തക്ബീർ ധ്വനികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകളാണ് കാലേക്കുട്ടി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2024 കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉഡ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടി കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. SNDP ശാഖ നമ്പർ 581 ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.